Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകംസ് ഓൺ റിട്ടയർമെൻറ്റ്. ഒരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇൻകംസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ടാക്സബിൾ ആണോ എക്സെംപ്റ്റഡ് ആണോ എന്നൊക്കെ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിട്ടയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ലഭിക്കുന്ന ഇൻകംസ് ഏതൊക്കെയാണെന്നുള്ളതും അതിൽ എത്രത്തോളം എക്സെംഷൻസ് ഉണ്ട്, ടാക്സബിൾ ആയത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ വെൻ ആൻ എംപ്ലോയി റിട്ടയേഴ്സ് ഫ്രം സർവീസ് ഹി ഗെറ്റ്സ് ദ ഫോളോയിങ് എമൗണ്ട്സ്. ഏതൊക്കെ എമൗണ്ട്സാണ് കിട്ടുന്നത്? റിട്ടയർ ചെയ്യുമ്പോൾ ഒന്ന് പ്രൊവിഡൻറ്റ് ഫണ്ട് കിട്ടാം, രണ്ട് ഗ്രാറ്റുവിറ്റി, മൂന്നാമത്തത് ഏൺഡ് ലീവ് സാലറി, നാലാമത്തത് പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ, അഞ്ചാമത്തെ കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്, ആറാമത്തത് റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനും. ഇതിൽ ഈ 6 പോയിന്റിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ കേസ് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് തന്നെയാണ്. SPFും RPFും URPFിനെ കുറിച്ചൊക്കെ. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു എംപ്ലോയിക്ക് ഒന്നിച്ചൊരു തുകയായിട്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് കിട്ടുന്നതാണ്. അതിൻ്റെ പ്രൊവിഷൻ, ഇൻകം ടാക്സ് പ്രകാരമുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നത്. എമൗണ്ട് റിസീവ്ഡ് ഫ്രം SPF എന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ആണെങ്കിൽ അത് ഫുള്ളി എക്സെംപ്റ്റ് ആണ്. SPF പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് കിട്ടുന്ന എമൗണ്ട് ഫുള്ളി എക്സെംപ്റ്റ് ആണ്. രണ്ടാമത്തത് എമൗണ്ട് റിസീവ്ഡ് ഫ്രം RPF ആണെങ്കിൽ അത് ഫുള്ളി എക്സെംപ്റ്റ് ആണ്, പ്രൊവൈഡഡ് ഹി വാസ് ഇൻ കണ്ടിന്യൂസ് സർവീസ് ഫോർ 5 ഇയേഴ്സ്. ആ വ്യക്തി ആ സർവീസിൽ കയറിയിട്ട് തുടർച്ചയായിട്ട് 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ RPF എന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള എമൗണ്ട് ഫുള്ളി എക്സെംപ്റ്റ് ആണ്. മൂന്നാമത്തെ കേസിൽ ഇനി ഒരു URPF എന്നാണ് ഫണ്ട് കിട്ടുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെ അത് ട്രീറ്റ് ചെയ്യേണ്ടത് നോക്കുക. ഔട്ട് ഓഫ് ദ ലംസം റിസീവ്ഡ് ഷെയർ ഓഫ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് സാലറി. അപ്പോൾ ഇതിൽ ലംസം എമൗണ്ട് ആയിട്ട്, അതായത് ഒന്നിച്ചാണ് ഈ ഒരു എമൗണ്ട് കിട്ടുന്നതെങ്കിൽ അതിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും അത് ഓൾറെഡി എവിടെ കാണിച്ചിട്ടുണ്ടാവും, നമ്മുടെ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇനി എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ അത് ഫുള്ളി എക്സെംപ്റ്റും ആയിരിക്കും. മൂന്നാമത്തെ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഫുൾ എമൗണ്ട് റിസീവ് ചെയ്യുമ്പം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും സാലറിയിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. എംപ്ലോയിയുടെ ഷെയർ എന്ന് പറയുന്നത് ഫുള്ളി എക്സെംപ്റ്റ് ആയിരിക്കും. ഈ എംപ്ലോയിയുടെ ഷെയറിനെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെവിടെയാണ് കാണിക്കുക, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലായിരിക്കും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, ഇതിൽ URPFിലെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റും ഓൾറെഡി സാലറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതേപോലെ തന്നെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എക്സെംപ്റ്റഡ് ആണ്. ബട്ട് എംപ്ലോയി കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിങ്ങിൽ അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റിട്ടേൺ ഫോർ സർവീസ് റെൻഡേർഡ് ബൈ എംപ്ലോയി. അതായത് ഒരു എംപ്ലോയി തുടർച്ചയായിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അവർ ആ സർവീസ് റെൻഡർ ചെയ്യുന്നതുകൊണ്ട് എംപ്ലോയർ അതിന് പകരമായി കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 2 കേസുകളാണ് നോക്കാനുള്ളത്. ഒന്ന്, ആ പേഴ്സൺ എന്ന് പറയുന്ന ആൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ഫുള്ളി എക്സെംപ്റ്റ് ആണ്. ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ഫുള്ളി എക്സെംപ്റ്റ് ആണ്. ഇനി ഒരു നോൺ ഗവൺമെൻറ് എംപ്ലോയിനെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ തന്നെ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ 2 കേസസ് ഇവിടെ പഠിക്കാനുണ്ട്. ആ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കവർ ചെയ്യുന്നതാണെങ്കിൽ, അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നോ, അല്ലെങ്കിൽ ഈ ഒരു ആക്ട് കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ആക്ട് കവർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ HRAയുടെ കാൽക്കുലേഷനൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു 3 ക്രൈറ്റീരിയ ഇവിടെ പറയും. ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്താണോ അതായിരിക്കും നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 15 ഡേയ്സ് സാലറി, അതായത് 15 ദിവസത്തെ സാലറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കതിൽ കാൽക്കുലേഷൻ എളുപ്പത്തിൽ 15/26 എടുത്താൽ മതി. കാരണം ഒരു മാസം എന്ന് കണക്കാക്കുമ്പം അതിൽ നാലോ അഞ്ചോ ഞായറാഴ്ചകൾ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന വർക്കിംഗ് ഡേയ്സിൻ്റെ മുകളിലാണ് ഗ്രാറ്റുവിറ്റി കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ 26 അത് പറയാൻ കാരണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 15 ഡേയ്സ് സാലറിയാണ് ഇവിടെ എടുക്കുക. അപ്പോൾ 15/26 എടുക്കുന്നത്. ഓക്കെ, റിട്ടയർമെൻറ്റിന് തൊട്ട് മുന്നത്തെ മാസങ്ങളാണ് അതിന് വേണ്ടി കണക്കാക്കുന്നത്. അങ്ങനെ എത്ര വർഷം അവിടെ സർവീസ് കംപ്ലീറ്റ് ചെയ്തോ, പിന്നെ നമ്മൾ സർവീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 7 മാസം 8 മാസം അങ്ങനെ 6ൽ കൂടുതൽ വരികയാണെന്ന് വെച്ചാൽ അതിനൊരു മന്തായിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഫസ്റ്റ് നോക്കുന്നത് 15 ഡേയ്സ് സാലറി. ഓക്കെ, 15 ഡേയ്സ് സാലറിയും എത്ര വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് അവിടെ നോക്കേണ്ടത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ്. മൂന്നാമത്തെ ക്രൈറ്റീരിയ ആ വ്യക്തിക്ക് ആക്ച്വലി എത്ര രൂപയാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്നത് നോക്കാം. അങ്ങനെ ഈ 3 ക്രൈറ്റീരിയ നോക്കിയിട്ട് ഏറ്റവും കുറവ് ഏതാണോ അതായിരിക്കും നമുക്ക് എക്സംഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഗ്രാറ്റുവിറ്റിയുടെ കേസിൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് എന്താണ് ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 1972 ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുക. കവർ ചെയ്യുന്ന ഒരു കേസാണ് പറയുന്നതെങ്കിൽ 15 ഡേയ്സ് സാലറി, ദാറ്റ് ഈസ് 15/26 ആണ് അവിടെ ചെയ്യേണ്ടത്. ഇൻറ്റു അങ്ങനെ എത്ര വർഷത്തെ സർവീസ് ഉണ്ട് അയാൾക്ക്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പം 10 വർഷവും 7 മാസവും എന്ന് പറയുമ്പം നമുക്ക് 6ൽ കൂടുതൽ മാസമാണ് പറയുന്നതെങ്കിൽ അതിനെ ഒരു വർഷമായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 ക്രൈറ്റീരിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ 15 ഡേയ്സ് സാലറി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടുത്തെ ഈ സാലറി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ആ സാലറിയിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ബേസിക് സാലറി വരും, ഒപ്പം തന്നെ DA കൂടി എടുക്കണം. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ നോട്ട്. നമ്മൾ ഇതുവരെയൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു DA എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രാറ്റുവിറ്റിയുടെ കേസ് വരുമ്പം ഈ ഒരു ആക്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ DA എംപ്ലോയ്മെൻ്റ് ഭാഗമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഈ ഒരു പർപ്പസിന് സാലറി എടുക്കുമ്പോൾ ബേസിക് പേ ഒപ്പം തന്നെ DA എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ കേസ് നോക്കാം. ആ ഒരു എംപ്ലോയി നോൺ ഗവൺമെൻറ് എംപ്ലോയി ആവുകയും എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന 1972 ഗ്രാറ്റുവിറ്റി ആക്ടിൽ ഉൾപ്പെടാത്ത ആളുമാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ എന്താ നോക്കാം. ഇവിടെയും ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഹാഫ് മന്ത് സാലറിയാണ് എടുക്കുന്നത്. റിട്ടയർമെൻറ്റിന് തൊട്ട് മുന്നത്തെ എന്നാണോ റിട്ടയർ ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നത്തെ 10 മാസത്തെ സാലറിയാണ് നമ്മളിതിന് വേണ്ടി എടുക്കേണ്ടത്. 10 മാസത്തെ സാലറി എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് കാണേണ്ടത്. അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെയിം തന്നെയാണ് 20 ലക്ഷം. മൂന്നാമത്തെയും സെയിം തന്നെയാണ് ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡ്. ഈ 3 കേസും എടുത്തിട്ട് ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതാണ് നമുക്ക് എക്സംഷനായിട്ട് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നേ ചെയ്തു ആക്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബേസിക് പേയും DAയും നമുക്ക് എടുക്കാം. അത് ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ആ ഒരു ആക്ടിൽ ഉൾപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ സാലറി എന്ന് പറയുമ്പം അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബേസിക് സാലറി എടുക്കണം, ഒപ്പം DA എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ്. ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് DA ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ കമ്മീഷൻ ബേസ്ഡ് ഓൺ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. നമ്മൾ HRAയുടെ ആ ഒരു കമ്പ്യൂട്ടേഷൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ്. അതായത് കമ്മീഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ആ കമ്മീഷൻ എങ്ങനെയാണ്, നമ്മുടെ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് കമ്മീഷൻ കൊടുക്കുന്നതെങ്കിൽ അത് കൂടിയിട്ട് സാലറി എന്ന് പറയുന്ന ആ പർപ്പസിൽ വരും. അപ്പോൾ ബേസിക് പേ വരും,
DA ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അത് വരും, ഒപ്പം തന്നെ കമ്മീഷൻ ഉണ്ടെങ്കിൽ വരും. ഈ മൂന്നും കൂടി കൂട്ടിയതാണ് സാലറി. ആ സാലറിയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് മുന്നേ 10 മാസത്തിൽ എടുക്കേണ്ടത്. അതിൻ്റെ ഹാഫാണ് നമ്മൾ സാലറി എന്ന ബേസിസിൽ ഇവിടെ എടുക്കേണ്ടത്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. അതിൽ Mr. Babu retired from service of company on 1st December 2023 after serving for 26 years and 8 months. Employer pays him a gratuity of rupees 8,70,000. His monthly basic salary at the time of retirement was 32,000, DA 16,000, HRA 2,000. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. റിട്ടയർ ചെയ്തു സർവീസ്, ഗവൺമെൻറ് എംപ്ലോയി ഒന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഡിസംബറിനാണ് റിട്ടയർമെൻറ്റ് വന്നിരിക്കുന്നത്. 26 വർഷവും 8 മാസവും സർവീസിലുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടുണ്ട് എംപ്ലോയർ 8,70,000. ആ പിരിയുന്ന സമയത്ത്, റിട്ടയർ ചെയ്യുന്ന ഒരു സമയത്ത് അവരുടെ ബേസിക് സാലറി 32,000ഉം DA 16ഉം HRA 2,000ഉം ആയിരുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി, നമുക്ക് ടാക്സബിൾ ആണോ അല്ലേന്ന് നോക്കണം ഗ്രാറ്റുവിറ്റി. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യാൻ ഇഫ് ഹി കവേർഡ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ ഈ വ്യക്തി ഗവൺമെൻറ് എംപ്ലോയി അല്ല, രണ്ടാമത് നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഒപ്പം തന്നെ നമുക്കൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് കൊടുക്കുന്ന ഈ ഒരു ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം കവർ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്റ്റിൽ പെടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ 3 ക്രൈറ്റീരിയ എന്താണെന്നുള്ള ആദ്യം ഓർത്ത് വയ്ക്കുക. അതായത് 15/26 നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ സാലറിയുടെ പർപ്പസ് എന്ന് പറയുമ്പം ഏതൊക്കെ എടുക്കാം? DAയും അതേപോലെ തന്നെ ബേസിക് പേയും നമുക്കിവിടെ എടുക്കാം. കാരണം ഈ ഒരു കേസിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, DA എങ്ങനെയായാലും എടുക്കാം, ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാലറിയുടെ പർപ്പസ് എടുക്കുമ്പോൾ 32,000 പ്ലസ് 16,000, അപ്പം 32, 6, 38, 10, 48,000 ആണ് അവിടെ സാലറി കണക്കാക്കുക. HRA ഒന്നും അതിൽ വരുന്നതല്ല. അപ്പോൾ ഈ ആദ്യത്തെ ക്രൈറ്റീരിയ പറയുമ്പം നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള സാലറി എടുത്തു, അത് ഇൻറ്റു 15/26 ആണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്, ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 26 വർഷവും 8 മാസവും. അപ്പോൾ ഇവിടെ 8 മാസം എന്ന് പറയുന്നത് മോർ ദാൻ 6 months ആണ്. മോർ ദാൻ 6 months ആകുമ്പോൾ നമുക്ക് അതൊരു വർഷമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 26 എന്നുള്ളത് എന്തായി മാറും? ഇവിടെ 6 മാസത്തെ മുകളിലായതുകൊണ്ട് ഒരു വർഷമായി കണക്കാക്കുമ്പോൾ 27 ആയിട്ട് മാറും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ 48,000 കിട്ടിയത് ഈ ഒരു ബേസിക് പേയും DAയും കൂടി ആഡ് ചെയ്താണ് സാലറി. ആ സാലറിയുടെ 15/26 ചെയ്യാം, ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 27 വന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്നുള്ള ക്ലിയർ ആയി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ 7,47,692 ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 20 lakhs ആണ്. മൂന്നാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ആക്ച്വലി ഗ്രാറ്റുവിറ്റി എന്താ റിസീവ് ചെയ്ത് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തത് 8,70,000 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കുറവ് എമൗണ്ട് ഏതാണ്? ഈ 7,47,692 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എക്സെംഷൻ നമുക്ക് ഏതാ കിട്ടുക? ഈ ഒരു എമൗണ്ട് വരെ എക്സെംഷൻ കിട്ടും. ആക്ച്വലി നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ഇതാണ് 8,70,000 ആണ്. ആ 8,70,000 നിന്ന് നമുക്ക് ഈ ഒരു എമൗണ്ട് വരെ എക്സെംഷൻ കിട്ടുന്നതും അതിൻ്റെ ബാലൻസ്, അതായത് 8,70,000 നിന്ന് ഈ ഒരു എമൗണ്ട് കുറച്ചാൽ ബാലൻസ് കിട്ടുന്ന ഈ തുക മാത്രമാണ് ഗ്രാറ്റുവിറ്റി എന്ന കേസിൽ എന്തായി മാറുന്നത്? ടാക്സബിൾ ആയി മാറുന്നത്. അപ്പോൾ കിട്ടിയിരിക്കുന്ന ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് എക്സെംപ്റ്റഡ് ആയത് ഈ ലീസ്റ്റ് എമൗണ്ട് ആണ്. ബാലൻസ് എന്തായാലും അത് ടാക്സബിൾ ആണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. Srichetan retired on 1st March 2024 after serving 25 years in a private company to which the provision of the Payment of Gratuity Act was not applicable. During the 10 months ending on 29th February 2024, he was drawing a monthly salary of rupees 65,000. He received a gratuity of rupees 9,23,800 from his employer.
കമ്പ്യൂട്ട് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. റിട്ടയർ ചെയ്യുന്നത് 1 മാർച്ചിനാണ് റിട്ടയർ ചെയ്യുന്നത്. 25 വർഷം സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ആൻഡ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഗ്രാറ്റുവിറ്റി ആക്ട് നോട്ട് ആപ്ലിക്കബിൾ. അപ്പം നമ്മൾ ഗ്രാറ്റുവിറ്റിയുടെ രണ്ടാമത്തെ കേസ്, അതായത് ഒരു നോൺ ഗവൺമെൻറ് എംപ്ലോയി 1972 ഗ്രാറ്റുവിറ്റി ആക്ടിൽ കവർ ചെയ്യുന്നില്ലെങ്കിൽ എന്താണോ അതിൻ്റെ ക്രൈറ്റീരിയ അത് പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 29th ഫെബ്രുവരിയിലാണ് 10 months എൻഡ് ചെയ്യുന്നത്. ഹി വാസ് ഡ്രോയിങ് എ മന്ത്ലി സാലറി ആ സമയത്ത് 65,000 ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രാറ്റുവിറ്റി ഇത്ര കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1972 ആക്ട് കവർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 10 മാസം റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ 10 മാസത്തെ സാലറിയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് സാലറി മാത്രമേ തന്നിട്ടുള്ളൂ. ഡി എ എടുക്കണം എന്നുണ്ടെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പറയണം. ഡി എ തന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ കമ്മീഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ പർപ്പസിലെ സാലറി ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു 65,000 മാത്രമാണ്. 65,000 ഇൻറ്റു നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ എന്താ, ഹാഫ് ഓഫ് ദ 10 months ആവറേജ് സാലറി എന്നാണ് പറയുന്നത്. അപ്പോൾ 65,000 ഇൻറ്റു 1/2 ഇൻറ്റു എത്ര വർഷത്തെ സർവീസാണ്, ആഫ്റ്റർ 25 years എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 25 വർഷത്തെ സർവീസാണ്. അപ്പോൾ 65,000 ഇൻറ്റു 1/2 ഇൻറ്റു 25. അപ്പോൾ നമുക്ക് 8,12,500 കിട്ടുന്നത്. ഇനി അതിനുശേഷം രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താ, 20 lakh തന്നെയാണ്. മൂന്നാമത്തെ ക്രൈറ്റീരിയ ആക്ച്വലി എന്താണ്, റിസീവ് ചെയ്തത്. ഈ രണ്ടെണ്ണവും മറ്റേതിലും സെയിം തന്നെയാണ്. കാൽക്കുലേഷൻ ആദ്യത്തേത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ മൂന്നാമത്തേൽ 9,23,800 ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ കാൽക്കുലേഷൻ തന്നെയാണ്, ആദ്യത്തെ ക്രൈറ്റീരിയയാണ്. ആദ്യത്തെ ക്രൈറ്റീരിയയിൽ 8,12,500 കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ആ എമൗണ്ട് വരെ എക്സംഷൻ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ആക്ച്വലി റിസീവ് ചെയ്തതാണല്ലോ, അതിൽ നിന്ന് ഈ എമൗണ്ട് വരെ നമുക്ക് ഇളവ് കിട്ടുന്നതാണ്. ബാലൻസ് എമൗണ്ട് ആണ് 1,11,300. ഈ എമൗണ്ട് എന്താണ്, ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ 3 കേസ് നോക്കി. ആദ്യത്തെ കേസിൽ നമ്മൾ കറക്റ്റായിട്ട് ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റ് ആക്ട് കവർ ചെയ്യുന്നതായിട്ട് ചെയ്തു. രണ്ടാമത്തെ കേസിൽ ആ ഒരു ആക്ടിൽ ഉൾപ്പെടാത്ത കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഒരു മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഗ്രാറ്റുവിറ്റി നല്ല തറവായിട്ട് മനസ്സിലാവും. മിസ്റ്റർ രാജ് റിസീവ്ഡ് എ ഗ്രാറ്റുവിറ്റി ഓഫ് rupees 11,23,000 when he retired from a private firm after serving for 35 years and 9 months. അപ്പോൾ ഈ വ്യക്തി റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടിയ ഗ്രാറ്റുവിറ്റി ഇതാണ്. 35 years 9 months സർവീസ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഫേം എന്ന് പറയുന്നുണ്ട്. റിട്ടയർമെൻറ്റ് നടന്നിരിക്കുന്നത് June 3 ബേസിക് പേ അന്നേരം 75,000 ഉണ്ട്. ഡി എ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നുണ്ട് 12,000. HR 2,000 തന്നിട്ടുണ്ട്. ആനുവൽ ഇൻക്രിമെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, എല്ലാ വർഷവും January 1 അവർക്ക് 2,000 രൂപ വെച്ചിട്ട് ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റിയും ടാക്സബിൾ ഗ്രാറ്റുവിറ്റിയും കണ്ടുപിടിക്കാം. അത് 2 കേസിലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ലെങ്കിലും. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഇഫ് ദ പ്രൊവിഷൻ ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആപ്ലിക്കബിൾ ആണെങ്കിൽ, കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 15/26 എടുക്കണം പറ്റുന്നുണ്ട് ബേസിക് പേൻ്റെ. ബേസിക് പേ എന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്നത് 75,000 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം ഏത് കൂടി അവിടെ എടുക്കും, ഡി എ പറഞ്ഞാലും ഇല്ലെങ്കിലും എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 75 10 85 2 87. ഓക്കെ, ഇത് 75,000 ആണ് ഡി എ, ബേസിക് പേ. ഡി എ 12,000. 75 10 85 2 87,000. 87,000 ഇൻറ്റു 15/26 ഇൻറ്റു ഇവിടെ സർവീസ് എന്ന് പറയുന്നത് 35 years and 9 months ആണ്. അപ്പോൾ ഇവിടെ മോർ ദാൻ 6 months വന്നുകൊണ്ട് 35 എന്നുള്ളത് നമുക്കിവിടെ 36 year ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18,06,923 കിട്ടും.
രണ്ടാമത്തെ ക്രൈറ്റീരിയ 20 ലാക്ക് ആണ്. മൂന്നാമത്തത് ആക്ച്വലി റിസീവ്ഡ് എമൗണ്ട് ആണ്. ഇതാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു എമൗണ്ട് ആണ്. ആക്ച്വലി റിസീവ് ചെയ്ത എമൗണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര രൂപ വരെ എക്സംഷൻ കിട്ടുക? ഇതാണല്ലോ റിസീവ് ചെയ്തത്, ഈ എമൗണ്ട് ആണല്ലോ ലീസ്റ്റ് ആയി വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്നും റെഡ്യൂസ് ചെയ്യാനില്ല. അതുകൊണ്ട് അവിടെ ടാക്സബിൾ എന്ന് പറയുന്നത് എന്താ? നില്ലാണ്. എക്സെംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി പറഞ്ഞാൽ ഈ എമൗണ്ട് തന്നെയാണ്. ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിസീവ് ചെയ്തതിൽ തന്നെ എക്സെംപ്റ്റഡ് കുറച്ചാൽ ബാലൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഗ്രാറ്റുവിറ്റി ടാക്സബിൾ അല്ല. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കേസ് ഈ ഒരു ആക്ട് കവർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ആണെങ്കിൽ കേസ് എന്താണ്? നമ്മൾ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ എത്ര മാസം? 10 മാസമാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആവറേജ് ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ള സാലറി 75,000 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 75,000 വെച്ച് 5 മാസം റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ള സാലറിയാണ് ഈ പറയുന്നത്. റിട്ടയർ ചെയ്തിരിക്കുന്നത് എന്നാണ്? നമുക്ക് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 3-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ജൂൺ 3 എന്ന് പറയണമെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ജനുവരി 1-ാം തീയതിക്കാണ് ഇൻക്രിമെൻ്റ് ആയിട്ടുള്ള 2000 രൂപ ആഡ് ആവുന്നത്, നമ്മുടെ സാലറിയുടെ ഒപ്പം ആഡ് ആവുന്നത് പറയുന്നുണ്ട്, ഡ്യൂ ആവുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പം റിട്ടയർ ചെയ്തിരിക്കുന്നത് ഈ വർഷത്തിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 2023 ജൂൺ 3-ാം തീയതി റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ജൂണിൽ നമുക്ക് 2000 രൂപ എക്സസ് ആയി വരുന്നത് ഏത് മാസത്തെയായിരിക്കും? തൊട്ട് മുന്നത്തെ മാസത്തെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജാനുവരി 1-ന് ഡ്യൂ ആവുക എന്ന് പറഞ്ഞാൽ 2000 രൂപയും കൂടി അവിടെ കൂടിയിട്ടായിരിക്കും. അപ്പോൾ 75,000-നൊപ്പം ഈ 2000 രൂപയും കൂടി കൂട്ടിയിട്ട് ഉള്ള 75,000 രൂപയാണ് ലാസ്റ്റ് ഡ്രോ ചെയ്തിരിക്കുന്ന ബേസിക് പേ എന്ന് പറയുന്നത്. അപ്പോൾ ആ 75,000 ഇൻറ്റു 5 മാസത്തേക്ക് 3,75,000, 10 മാസത്തെ സാലറിയുടെ ആവറേജ് ആണ് വേണ്ടത്. ഇനി അതിന് തൊട്ട് മുന്നേ ഇപ്പം ഈ 75,000 പറഞ്ഞാൽ ജൂൺ 3-ന് റിട്ടയർ ചെയ്യുന്നതുകൊണ്ടാണ് ജനുവരിയിലത്തെ നമുക്ക് ഫെബ്രുവരിയിലാണ് കിട്ടുക. ജനുവരിയിൽ ഡ്യൂ ആവുന്നു പറഞ്ഞാൽ 2000 കൂടി കൂട്ടിയ എമൗണ്ടാണ് ഈ 75,000 എന്ന് നമ്മൾ കണക്കാക്കണം. അപ്പോൾ 75,000 ജാനുവരിയിൽ ഡ്യൂ ആവുമ്പോൾ അത് കിട്ടുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെയാണ് ഈ 5 മാസം കണക്കാക്കുന്നത്. ജൂൺ 1-ാം തീയതി ആകുമ്പോഴേക്കായിരിക്കും ഈ എമൗണ്ട് വരുന്നത്. അങ്ങനെ 5 മാസം 75,000 രൂപ വെച്ചിട്ട് 5 മാസമാണ് ഈ 3,75,000 കിട്ടുന്നത്. ഇനി എൻ്റെ തൊട്ട് മുന്നത്തെ 5 മാസം അപ്പോൾ എത്ര കിട്ടും? 73 ആണ്. കാരണം ജാനുവരിയുടെ മുന്നേ വരുന്നത് അവിടെ ഇൻക്രിമെൻറ്റ് വന്നിട്ടില്ല, 2000 വന്നിട്ടില്ല. അപ്പോൾ 75,000 മൈനസ് 2 എന്ന് പറയുമ്പം 73,000 ഇൻറ്റു അങ്ങനെ 5 മാസത്തെ 3,65,000 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ് കിട്ടുക എന്നുള്ളത് നോക്കുക. ആ ടോട്ടൽ എമൗണ്ട് 7,40,000 കിട്ടും. അത് 10 മാസത്തെ സാലറിയായി. ഇനി അതിൻ്റെ ആവറേജ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഡിവൈഡ് ബൈ 10 മാസമല്ലേ. അപ്പോൾ ഒരു മാസത്തെ സാലറി ഏകദേശം ആവറേജ് വരുന്നത് 74,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 74,000 ആണ് ഇവിടെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആവറേജ് സാലറിയാണ് കിട്ടിയത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ആവറേജ് സാലറി എത്രയാണോ അതിൻ്റെ ഒപ്പം ഏത് കൂടി വരും? DA കൂടി വരും. ഇവിടെ DA വരണമെങ്കിൽ ആസ് പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോഴാണ് നമുക്കത് കൂടിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്, DA എന്ന് പറയുന്നത് ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആ സാലറിയുടെ ഒപ്പം തന്നെ DA കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്നാണോ റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് നോക്കുക, അതിൻ്റെ തൊട്ട് മുന്നത്തെ 5 മാസവും അതിൻ്റെ തൊട്ട് മുന്നത്തെ 5 മാസവും. അപ്പോൾ ഇവിടെ നമുക്ക് 2 എമൗണ്ട് വരാനുള്ള കാരണം അവർക്ക് എല്ലാ വർഷവും 1-ാം തീയതി ജനുവരിയിൽ 2000 രൂപ ഇൻക്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ റിട്ടയർ ചെയ്യുന്ന ആ സമയത്ത് ഉള്ള സാലറി അവിടെ തരാൻ കാരണം. റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള സമയത്തുള്ള സാലറി എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റോട് കൂടിയിട്ടുള്ള സാലറിയാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ 75,000 അപ്പം ഉണ്ട് എന്ന് പറയുമ്പം ആ ഇൻക്രിമെൻറ്റോട് കൂടിയതാണ്. 75,000 ഇൻറ്റു അവിടെ നമ്മൾ കൊടുക്കേണ്ട ഹാഫ് ഓഫ് ദ സാലറിയാണ്. അപ്പോൾ അത് ഇൻറ്റു 5 മാസവും അതിൻ്റെ തൊട്ട് മുന്നേ 2000 കുറച്ച് 73,000 ഇൻറ്റു 5 ആണ് അവിടെ കാണേണ്ടത്. അങ്ങനെ നമ്മൾ 10 മാസം സാലറി കണ്ടിട്ട് അത് ആവറേജ് എടുക്കുക, ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കിട്ടും. ആ സാലറിയുടെ ഒപ്പം തന്നെ ഇവിടെ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് DA എന്ന് പറയുന്നതുകൊണ്ട് അതുകൂടി ആഡ് ചെയ്യുമ്പോൾ 86,000 വരും. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ
കാൽക്കുലേഷൻ എല്ലാം ചെയ്യേണ്ടത്. 86,000 ഇൻറ്റു ഹാഫ് അല്ലേ പറഞ്ഞ, ഹാഫ് മന്ത് സാലറി അല്ലേ. അപ്പോൾ 86,000 ഇൻറ്റു 1/2 ഇൻറ്റു എത്ര ഇയേഴ്സ് ഓഫ് സർവീസ് ആണ് ഇവിടെ? 35 ഇയേഴ്സ് ആൻഡ് 9 months ആണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് 35 മാത്രമാണ്. ഓക്കെ, ഇവിടെ ആ 9 months ഒന്നും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, 35 മാത്രമാണ് എടുക്കുക. കാരണം എവറി കംപ്ലീറ്റഡ് ഇയർ എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, ഒരു വർഷം 9 months അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 35 മാത്രം എടുക്കുന്നത്. എന്താണ് റീസൺ എന്ന് മനസ്സിലാവാതിരിക്കേണ്ട. കാരണം ഇവിടെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം മനസ്സിലായി. ഇവിടെ 87 ആണ് കിട്ടിയത്, ഇവിടെ 86 ആണ് കിട്ടിയത്. അതിൻ്റെ നമ്മളെ കാൽക്കുലേഷൻ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 36 ആയി. കാരണം 6 monthsന് മുകളിൽ വന്നുകൊണ്ടാണ് അവിടെ അതൊരു വർഷമായിട്ട് പരിഗണിച്ചു. അങ്ങനെ ഒരു പരിഗണന ഇവിടെ വരുന്നില്ല. കംപ്ലീറ്റ് ചെയ്ത വർഷത്തിൻ്റെ മാത്രം കണക്ക് കാണിക്കണ്ടല്ലോ. 86,000 ഇൻറ്റു 1/2 ഇൻറ്റു 35, അപ്പോൾ 15,05,000 വരും. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്രൈറ്റീരിയ സെയിം തന്നെയാണ്. 20 lakhും 11,23,000 തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ 3 എമൗണ്ടിൽ ലീസ്റ്റ് എമൗണ്ട്, കുറഞ്ഞ എമൗണ്ട് ഏതാണ്? ഇവിടെയും നമുക്ക് 11,23,000 വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി റിസീവ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാനുള്ള ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഡിഫറൻസ് എടുക്കാനില്ല. സോ ടാക്സബിൾ ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് നില്ലായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 പ്രോബ്ലത്തോട് കൂടിയിട്ട് ഗ്രാറ്റുവിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ ഇവിടെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആക്ട് കവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കുക. ആക്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ 15/26 ഇൻറ്റു എത്ര വർഷമാണോ നമ്മളെ സർവീസ്, അത് 6 months മുകളിലുണ്ടെങ്കിൽ നമുക്കൊരു 1 year ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അവിടെ സാലറി എന്ന് പറയുന്നത് സാലറിയുടെ ഒപ്പം തന്നെ എന്തുകൂടി എടുക്കാം, ബേസിക് പേയുടെ ഒപ്പം തന്നെ നമുക്ക് DA പറഞ്ഞാലും ഇല്ലെങ്കിലും ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്രൈറ്റീരിയ 20 lakhും പിന്നെ ആക്ച്വലി റിസീവ് ചെയ്തും ഏതാണോ കുറവ്, ആ കുറവ് നമ്മൾ എടുത്തിട്ട് ആക്ച്വലി റിസീവ് ചെയ്തതിന് അത് ലെസ് ചെയ്യുക, ബാലൻസ് എമൗണ്ട് ടാക്സബിൾ ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ ഒരു ആക്ട് കവർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ 10 months സാലറി എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. അതേപോലെ തന്നെ ബാക്കി 20 lakhും ആക്ച്വലി റിസീവ് ചെയ്തും ഇതിൽ ലീസ്റ്റാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ബേസിക് പേ എടുക്കാം, ബേസിക് സാലറി എടുക്കുക, പ്ലസ് ഡിയർനെസ് അലവൻസ്, അത് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അതേപോലെ കമ്മീഷൻ, ഫിക്സഡ് പേഴ്സൺ ടേൺ ഓവറിൻ്റെ ഉണ്ടെങ്കിൽ കമ്മീഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ഈ ഒരു പർപ്പസിലെ സാലറിക്ക് നമുക്ക് എടുക്കാവുന്നതാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഗ്രാറ്റുവിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്